മലയാള സിനിമയുടെ സുവർണ കാലഘട്ടങ്ങളിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച രണ്ട് നായികമാരാണ് കാവ്യ മാധവനും മീര ജാസ്മിനും. 2000ങ്ങളുടെ തുടക്കത്തിൽ ഇരുവരും ഒന്നിനൊന്ന് മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മലയാള സിനിമയിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു. എന്നാൽ അക്കാലത്ത് നായികമാർക്കിടയിൽ കടുത്ത മത്സരമുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ സിനിമാ ലോകത്ത് സജീവമായിരുന്നു. ഈ ചർച്ചകൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് സിനിമയിലെ ആരോഗ്യപരമായ മത്സരത്തെയും പരസ്പര ബഹുമാനത്തെയും സൗഹൃദത്തെക്കുറിച്ച് ഇരുവരും വിവിധ അഭിമുഖങ്ങളിൽ പങ്കുവച്ച മനോഹരമായ ഓർമ്മകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. പ്രശസ്ത സംവിധായകൻ കമലിന്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുമഴക്കാലം. രണ്ട് സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ മാനസിക വ്യവസ്ഥയും പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത്. ഗൾഫിൽ വെച്ച് അബദ്ധത്തിൽ ഒരു കൊലപാതകം സംഭവിക്കുകയും അതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടമായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ, കാവ്യ മാധവൻ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമാവുകയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. അതുവരെ കേവല ഗ്ലാമർ വേഷങ്ങളിൽ പ്രണയരംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാവ്യ മാധവനിലെ മികച്ച അഭിനേത്രിയെ പുറത്തെടുത്ത ചിത്രം കൂടിയായിരുന്നു ഇത്. പെരുമഴക്കാലം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ കാവ്യ മാധവൻ ആ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി. എന്നാൽ ആ വർഷം മറ്റൊരു നടി കൂടിയായ ഗീതു മോഹൻദാസുമായി അവാർഡ് പങ്കിടേണ്ടി വന്നു. പൊതുവെ അവാർഡുകൾ പങ്കിട്ടെടുക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾക്കിടയിൽ നേരിയ അതൃപ്തികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പുരസ്കാരം നേട്ടത്തെക്കുറിച്ച് കാവ്യ മാധവൻ പിന്നീട് പങ്കുവച്ച വാക്കുകൾ ഏറെ മാതൃകാപരമായിരുന്നു. അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം ഗീതു ചേച്ചി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് സംസാരിച്ചത്. കാവ്യ, ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം ഞാൻ പങ്കിട്ടത് നീയുമായാണ് എന്നാണ് ഗീതു ചേച്ചി പറഞ്ഞത്. അത്രയും പോസിറ്റീവായി ചിന്തിക്കുന്ന വിശാല മനസ്സുള്ള ഒരു നടിയുമായാണ് ഞാൻ അവാർഡ് പങ്കിട്ടത്. നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ അത്രയും സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ നമുക്കും വലിയ അഭിമാനമാണ് തോന്നുക. ആ കെട്ടിപ്പിടുത്തവും വാക്കുകളും കാരണം എനിക്ക് കിട്ടിയ അവാർഡിന്റെ മൂല്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. പെരുമഴക്കാലം എന്ന സിനിമയിൽ മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിനായിരുന്നു കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത്. സിനിമയിലെ ഭൂരിഭാഗം സമയവും മീരയുടെ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നോട്ട് പോയത്. കാവ്യയുടെ കഥാപാത്രത്തിന് ദൈർഘ്യം കുറവായിരുന്നു. എന്നിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാവ്യ കാഴ്ചവെച്ച പ്രകടനം ജൂറിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റുകയും അവാർഡിന് അർഹയാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ മീര ജാസ്മിനുമായി തന്നെ താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ച് കാവ്യ മാധവൻ വ്യക്തമായ നിലപാടും പ്രഖ്യാപിച്ചിരുന്നു. മീര ജാസ്മിൻ എന്ന നടിയുമായോ വ്യക്തിയുമായോ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ. എനിക്ക് മീരയെ വ്യക്തിപരമായി അടുത്തറിയില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയോടും അഭിനയത്തോടുമുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെ സമീപനവും ആറ്റിറ്റ്യൂഡും തികച്ചും വ്യത്യസ്തമാണ്. തന്റെ കഥാപാത്രത്തിന്റെ ദൈർഘ്യം കുറവായിരുന്നിട്ടും അതിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിച്ചതിനെ തികച്ച് പോസിറ്റീവായ കാര്യമായാണ് താൻ കാണുന്നതെന്നും കാവ്യ കൂട്ടിച്ചേർത്തു. വലിയ വേഷങ്ങൾ ചെയ്താൽ മാത്രമേ അംഗീകാരം ലഭിക്കൂ എന്ന ചിന്ത തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നും കാവ്യ വിശ്വസിക്കുന്നു. കാവ്യ മാധവന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിട്ടും തനിക്ക് അവാർഡ് ലഭിക്കാത്തതിനെ കുറിച്ച് മീര ജാസ്മിൻ പ്രതികരിച്ച രീതി സിനിമാ ലോകത്ത് വലിയ കയ്യടി നേടിയിരുന്നു. അസൂയയോ കുശുമ്പോ ഇല്ലാത്ത സഹപ്രവർത്തകരെ അഭിനന്ദിക്കാൻ മീര കാണിച്ച മനസ്സ് വലിയൊരു മാതൃകയായിരുന്നു. മീര എന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കാവ്യ സിനിമയിൽ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാവ്യയ്ക്ക് അവാർഡ് ലഭിച്ചത്. എന്റെ കൂടെ അഭിനയിച്ച ഒരു നടിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിന് എനിക്ക് വലിയ അഭിമാനമേ ഉള്ളൂ. മാത്രമല്ല, അത് ഞാൻ കൂടി അഭിനയിച്ച പടമല്ലേ. ആ സിനിമയ്ക്ക് അംഗീകാരം കിട്ടിയത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. കാവ്യ തീർച്ചയായും ആ അവാർഡ് അർഹിക്കുന്നുമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ അവാർഡുകളും ഞാൻ തന്നെ വാങ്ങിക്കൂട്ടണമെന്ന് വാശി പിടിക്കാൻ ഒക്കില്ലല്ലോ. സിനിമയിൽ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെടുന്നുമുണ്ട്. എനിക്ക് എന്നെക്കുറിച്ചും എന്റെ കരിയറിനെ കുറിച്ചും വലിയ സ്വപ്നങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും അവരുടെ സ്വപ്നങ്ങൾ. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. പെരുമഴക്കാലത്തിനു ശേഷം കാവ്യ മാധവനെ തേടി കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ എത്തി. വാണിജ്യ സിനിമകളുടെ ഭാഗമാകുമ്പോഴും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കാവ്യ ശ്രദ്ധിച്ചു. 2011 കമലിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗതാമ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് കാവ്യ മാധവന് രണ്ടാമത് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഗൾഫിലെ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ വേഷം കാവ്യ അതിമനോഹരമായാണ് കൈകാര്യം ചെയ്തത്. 2016 പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത്. ദിലീപ് നായകനായ ഈ ചിത്രത്തിന് ശേഷം കാവ്യ സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. നിലവിൽ കുടുംബജീവിതത്തിലും ബിസിനസ് സംരംഭങ്ങൾക്കുമാണ് താരം പ്രാധാന്യം നൽകുന്നത്. കാവ്യ മാധവൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുമ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഒരു കാലത്ത് ഉയർന്നു വന്നിരുന്ന മീര വീണ്ടും മികച്ച പ്രൊജക്ടുകളുടെ ഭാഗമാകുന്നു. മീര ജാസ്മിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നാണ് വരാനിരിക്കുന്ന അതിമനോഹരം എന്ന ചിത്രം. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് സൗദി വെള്ള
വെള്ളയ്ക്ക, ഓപ്പറേഷൻ ചാവ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തരുൺ മൂർത്തിയാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും മീര ജാസ്മിനും ഒരുമിച്ച് ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. മീര ജാസ്മിൻ എന്ന നടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി ഈ ചിത്രം മാറുമെന്നാണ് സിനിമാ ലോകത്തെ വിലയിരുത്തലുകൾ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റു നടിമാർ തമ്മിലുള്ള മത്സരങ്ങളും ഫാൻസ് പോരുകളും അതിരുവിടാറുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന കാവ്യ മാധവനും മീര ജാസ്മിനും പരസ്പരം കാണിച്ച ബഹുമാനവും പിന്തുണയും പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകൾക്ക് വലിയൊരു പാഠമാണ്. അവാർഡുകളോ സ്ക്രീൻ സ്പേസോ അല്ല, മറിച്ച് തങ്ങൾക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതിലാണ് കാര്യമെന്ന് ഇരുവരും തങ്ങളുടെ കരിയറിലൂടെ തെളിയിച്ചു. കാവ്യ മാധവൻ കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മാറിയെങ്കിലും മീര ജാസ്മിൻ അതിമനോഹരം പോലുള്ള ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ വീണ്ടും സജീവമാകുന്നത് പ്രേക്ഷകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവരുടെ പഴയകാല ഓർമ്മകൾ മലയാള സിനിമയുടെ സൗഹൃദപരമായ ഒരു നല്ല കാലത്തെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.